ചെറിയ വാവയൊക്കെ അതാ. അയ്യോ അടിപൊളി സംഭവം കേട്ടാ. അതിന്റെ ആ വയറ് പിടിച്ചിട്ട് കിടക്കുന്നുണ്ട ചെറുതൊരു വാവ. ആ മരത്തിനിടയിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നമ്മളിപ്പോ പാലക്കാടാണുള്ളത്. നമ്മൾ ഇന്നലെ തങ്ങിയൊരു ഹോം സ്റ്റേ ചെയ്ത്. അപ്പൊ ആ കാണുന്നത് നമ്മളെ നെല്ലിയാമ്പതി മലനിലക്കളി. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ടീംസ് ഒരു വിരുന്നിന് പോകുന്നുണ്ട. അടിപൊളിയല്ലേ? ആകാശക്കാഴ്ചകൾ വിക്ടറിൻ്റെ വി മോഡലിൽ പോകുന്നു. റൂമില് അത്ര വലിയ തണുപ്പൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഈ മലേന്റെ താഴത്തായോണ്ടായിരിക്കും അല്ലേ. ഒരു ചെറിയൊരു ക്ലൈമറ്റ് ഒരു പോരാ, നല്ല ചൂടാ. എനിക്കൊന്ന് മേലെ ഭാഗത്ത് കുറച്ച് കൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. മേലെ ശരിക്കും ആ സമയത്ത് പോകാനും പറ്റി. നമ്മളിവിടെ വന്നിട്ടുണ്ട് പോത്തുണ്ടി ഡാമില്. ഈ ഭാഗത്ത് പിള്ളേർ അടിപൊളിയായിട്ട് സ്കേറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് പോകുന്നുണ്ട്. വെൽക്കം ടു നെല്ലിയാമ്പതി. കുട്ടികൾക്ക് കളിക്കാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടല്ലോ. അവിടെ ഉഷാറായിപ്പോയി. പണ്ട് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അത് 7 മണിക്കാണ് ഓപ്പൺ വരുന്നത്. നമ്മൾ പിള്ളേരൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പം കറക്റ്റ് നമുക്ക് 7 മണിക്ക് തന്നെ അതെ ഇവിടെ തുറന്ന് തന്നിട്ടുണ്ട് ഗായ്സ്. നമ്മുടെ ലൈഫിലേക്ക് പോകാം. ഇവിടെ നമുക്ക് പോത്തുണ്ടി ഡാമിൻ്റെ ഒരു നല്ല വൃഷ്ടിപ്രദേശം, അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. ഒരു ചെറിയ ഐലൻഡ് പോലെയെല്ലാം കാണുന്നുണ്ട് കേട്ടോ. അവിടെ നല്ല രസമായിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലം. ആ ഭാഗത്തായിട്ടൊരു മലയണ്ണാണ്. മലയണ്ണ ഇതാക്കണം. യെസ്, നമ്മളിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറേ മലയണ്ണാനെ കണ്ട്. നമ്മളന്ന് റിസോർട്ടിൽ പോയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പൂച്ചയാ? അണ്ണാനടാ. ആ അത് പൂച്ചയുടെ വാല് പോലെ. ഓ ഡൈവ് ചെയ്ത് ഗൈസ്. നമ്മളെ ബാക്ക് സൈഡിലൊരു സാധനത്തിനെ കണ്ട, ബൈസൺ. അവിടെ ഒരു കാട്ടുപോത്തിനെ കണ്ട ഗൈസ്. നല്ല വലിയ സാധനം. എൻ്റെ മോനെ എന്തൊരു വലിപ്പമാണത്. നല്ല വലിപ്പമുണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ, പോടാ. ആ ഭാഗത്ത് കണ്ട പിന്നെ ഒരു മലയണ്ണാൻ നമുക്കൊരു നല്ലൊരു വിരുന്നായിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട് ഈ ഭാഗത്ത്. പക്ഷെ വെള്ളമില്ലാത്ത വാട്ടർഫോൾസ്. അടിപൊളിയാണ്. മഴക്കാലത്ത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അത് കാണിച്ചു തരാം. ഓക്കെ, ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിട്ട്, വേറൊന്നല്ല. ഒന്നും വിചാരിക്കരുത്. നിങ്ങളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് വേണ്ടിട്ട് അത് നിവർന്ന് നിന്നാണ്ട. ഹായ് ഗായ്സ്, പോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഒരു കൂട്ടം സിംഹവാലനാണോ അല്ലെങ്കിൽ കരിങ്കുരങ്ങ, ഇവര് കൊറേ ഈ ഒരു സെയിം ഇതില് കൊറേ ജനറേഷൻ ഉണ്ട് കേട്ടോ. സിംഹവാലൻ. ഓ കുട്ടിയൊക്കെ ഏടാ, ചെറിയ വാവയൊക്കെ അതാ. അയ്യോ അടിപൊളി സംഭവം കേട്ടാ. അതിന്റെ ആ വയറ് പിടിച്ചിട്ട് കിടക്കുന്നുണ്ട ചെറുതൊരു വാവ. ഓ സംഭവം തന്നെ. എൻ്റെ മോനെ മേലെയല്ല തടാ, അതാ മേലെ നല്ലത് ഇറങ്ങി വരുന്നു. ഇഷ്ടംപോലെ ടീമുണ്ട് കേട്ടോ ഇവിടെ. എടാ ഒരു വാവ തടാർന്ന് കളിക്കുന്നു. അയ്യോ അതാ മേലെ എൻ്റെ മോനെ ഇത് നേതാ വന്നു കേട്ടാ. വരുന്നുണ്ട് താഴോട്ടേക്ക്. ഓ റോട്ടുമ്മലെല്ലാം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ആൾക്കാര്. അയ്യോ എനിക്ക് വയ്യ. ഇഷ്ടം പോലെ ടീമുണ്ട് കേട്ടോ ഇത്. ഇഷ്ടം പോലെ ഉണ്ട്. അടി കൂടുവാടാ ഇവിടുന്ന്. തല്ലാന്ന്. ഹായ് ഗൈസ്, എൻ്റെ മോനെ ഇതെത്ര എണ്ണാടാ. എടാ ഇങ്ങനെയൊന്നും പബ്ലിക്കായിട്ട് എടുക്കാൻ പാടില്ല കേട്ടോ. ഓക്കെ നമുക്ക് പോവാം. ഹായ്
ആ ഭാഗത്തായിട്ട് നമുക്ക് ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. ആനേൻ്റെ അല്ല എന്തായാലും. കേട്ടാ സൗണ്ട് വരും. യെസ്, ഓക്കെ, സൗണ്ട് കേട്ടാ. വണ്ടിയിൽ കയറിയിട്ട് നമ്മളെ കഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ച മുറുക്കെല്ലാം തിന്നുന്ന ഗൈസ് വളരെ മോശമായിപ്പോയി. ചെറിയൊരു ടൗണ് ഒലിയൻ ബാർ നെല്ലിയാമ്പതി. നമ്മുടെ വണ്ടി വരുന്നുണ്ട്. നമുക്ക് ചായ കുടിക്കാം. ചായ നമ്മളെന്തല്ലേ ഈ ട്രിപ്പിൽ കാണുന്നത്? ഇതില് 2 വ്യൂ പോയിന്റ് ആണുള്ളത്. മാട്ടുമല എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിന്റെ ഭ്രമര മൂവിയൊക്കെ എടുത്ത് സ്ഥലത്തേക്കാൻ പോകുന്നത്. ഇത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലാണ് നമ്മൾ പോവാ. അപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും, ഓഫ് റോഡിങ് എക്സ്പീരിയൻസ്. പിന്നെ ക്ലൈമറ്റ് നോക്കിയാൽ മോള് പോകുമ്പോൾ ഇതായിരിക്കില്ല, നല്ല കോടയായിരിക്കും. കോടയുണ്ട്. വന്നിട്ട് കഴിക്കാനോ? നമുക്ക് 7-14 കിലോമീറ്റർ, അങ്ങോട്ടേക്ക് 7 ഇങ്ങോട്ടേക്ക് 7, അങ്ങനെയാണ് ഇതിന്റെ ഒരു ലെങ്ത് വരുന്നത്. ഇനി ഇതിന്റെ എന്തെങ്കിലും മിസ്റ്റി വാലി എന്ന് പറഞ്ഞ റിസോർട്ട് ഉണ്ട്. അത് അവിടെ ഇതിന്റെ ഉള്ളിലാണ്. നമ്മൾ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ഒരു 7-8 കിലോമീറ്റർ വീണ്ടും മുന്നിലോട്ട് പോകണം. ടിക്കറ്റ് കൗണ്ടറിന്റെ അപ്പുറത്തല്ലേ? തൊട്ടപ്പുറത്ത്. റോഡില്ലേ? അപ്പം നമ്മളവിടുത്തെ ചാർജ് വന്നിട്ട് ഒരാൾക്ക് 60 രൂപയും വെഹിക്കിൾ ചാർജ് വന്നിട്ട് 100 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. രാവിലെ ഇന്നലെ സ്റ്റേ ഉള്ളവരുണ്ട്. ഏർലി മോർണിംഗ് ആ ടൈം ആകുമ്പോൾ കയറും. പോയിട്ട് വന്നിട്ടുണ്ടാവും. ഫ്രണ്ടിലൊക്കെ തിരിച്ച് ഇറങ്ങാനുള്ളതാണ്. നമുക്ക് 7 മണി 8 മണിയാകുമ്പോൾ ഇവിടെ ഇട്ടുള്ളൂ. ഇവിടെ സ്റ്റേ നമുക്കൊരു 2 വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞില്ല, അതിൽ ഒന്നാണിത്. നല്ലൊരു അടിപൊളി ഒരു വ്യൂ പോയിന്റ് കാണാൻ പറ്റും. ഇവിടെ ഞങ്ങളുടെ പൊള്ളാച്ചി ചുള്ളിയാറ് മീങ്കര ഡാമിന്റെ ഏരിയ ഈ സൈഡ് കാണുന്നത്. ഇപ്പൊ മഞ്ഞായതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ആ ഒരു ഏരിയ കവർ ചെയ്യും. അതേതാ പറഞ്ഞ ഫാക്ടറി പറഞ്ഞ? ഇത് പോപ്സ് ഗ്രൂപ്പിന്റെ ടീ ഫാക്ടറി. പോപ്സ് ആ ഭാഗത്ത് തന്നെ സീതാർകുണ്ട് വാട്ടർഫോൾസ് അങ്ങോട്ടല്ലേ? ഇതിന്റെ താഴെയാണ് മറ്റേ കൊല്ലംകോടുള്ള സീതാർകുണ്ട്. ശരിക്കും ഇവിടെ നിന്നാണ് വെള്ളം ഒഴുകുന്നതാണ്. ആ കൊല്ലംകോട് ഞാൻ പോയിട്ടുള്ളത്. കൊല്ലംകോട് വയർലെസ് സ്റ്റേഷൻ, പോലീസ് വയർലെസ് സ്റ്റേഷൻ. നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് ആ മിസ്റ്റി വാലിയും ആ പെരിയ ചോല വരെ പോവാം. തമിഴ്നാട് പൊള്ളാച്ചി. അപ്പോൾ നമ്മളെ ചങ്ങായി വണ്ടി എടുത്തിട്ടൊക്കെ നല്ല വേലയാക്കിയിട്ടിട്ടുണ്ട്. കുറേ ടീംസൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഭ്രമരത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ഒക്കെ നടന്ന ഒരു ലൊക്കേഷൻ. ഇത് ഇവിടെ ഒരു റിസോർട്ടുണ്ട്, മിസ്റ്റി വാലി എന്ന് പറഞ്ഞാൽ. അതിലേക്ക് പോകുന്നൊരു വഴിയാണ് അത്. അതിൻ്റെ ഒരു ചെരുവിലോട്ടിയാണ് നമുക്ക് ആ ഒരു റിസോർട്ടിലേക്ക് പോകുന്നത്. റിസോർട്ടിൻ്റെ ഭാഗമൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഇവിടുന്ന് ഏകദേശം 8 കിലോമീറ്റർ ആയിട്ടുണ്ടെന്നാണ്. അങ്ങനെ റൗണ്ട് അടിക്കണം. വേറെന്തൊക്കെയാ ഇവിടെ ഉള്ളത്? വേറൊന്നുമില്ല. കുഞ്ഞി ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട് അല്ലേ? ഇതെന്താ സംഭവം? ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ? ചാമ്പ മരത്തണൽ. ഇത് അടിപൊളിയാന്നല്ല സംഭവം. സീന് ഇരിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടല്ലോ. ആഹാ, അതെന്തിൻ്റെ മരം അത്? ചാമ്പക്കേൻ്റെ മരം അല്ലേ? ഫുള്ളും ചാമ്പക്ക ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലേ ഇതിൻ്റെ മേലെ?
ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട്. ചാമ്പൊക്കെ പിന്നെ അകത്തൊരു ഏറുമാടം കണ്ട കുറേ ടീമുണ്ട് അതിൻ്റെ ഉള്ളിൽ. നമുക്കൊന്ന് ഏറുമാടത്ത് കയറി വെക്കാം. ഏറുമാടത്ത് കയറിക്ക, ഇതിൽ കയറിക്ക. വാ ആഹാ, ഒടുവിൽ നമ്മൾ ഈ ട്രീ ഹൗസിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ആഹാ, അടിപൊളിയാണല്ലോ. ഞങ്ങൾ ചുറ്റുമുള്ള വ്യൂ ഒക്കെ കാണുക. അവിടെ അതേപോലെ ചാമ്പൊക്കെ തന്നെ വരാം. ഇതിൻ്റെ സെറ്റപ്പ് കാണാം. അപ്പോൾ വന്ന ആൾക്കാരുടെ പേരും ഡേറ്റൊക്കെ ഇതിലുണ്ട്. ഇത് നമ്മളെ മെയിൻ പരിപാടികളാണ്. എല്ലാവരും ഉണ്ട്. ഓക്കെ, ഈ ഭാഗത്തിൽ ഇരിക്കാനുള്ള നല്ല സെറ്റപ്പൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്ത് നോക്കിയ നല്ല അമ്പൽക്കുളം, നല്ല അടിപൊളിയായിട്ടുള്ള അമ്പൽക്കുളം കണ്ട്. ആ ഭാഗത്തായിട്ട് ഓറഞ്ചിൻ്റെയും പച്ചക്കറിൻ്റെയും തോട്ടങ്ങൾ നമുക്ക് കാണാം. ആ മരത്തിനിടയിൽ ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ട് ഗൈസ്. സീതാർകുണ്ട് എന്ന് പറഞ്ഞ സ്ഥലം. ഇനി അതാണോ ഇതാണോ എന്നൊന്നും അറിയില്ല, നമുക്ക് ചെന്ന് നോക്കാം. തലമാറ്റി കണ്ടറിവില്ല, കേട്ടറിവ് മാത്രമേ. ആക്ച്വലി ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അത് ഈ കാണുന്നത് തന്നെയാണ് ആ വ്യൂ പോയിന്റ്. നമ്മളെ ഷഹദിന്റെ വണ്ടിയുണ്ട് മുന്നിൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. എടാ അടിപൊളിയല്ലേ? നല്ല സ്ഥലം. ഇതേപോലത്തെ സ്ഥലത്തല്ല എനിക്ക് വീട് വേണമെന്ന് പറഞ്ഞ്, അതേപോലത്തെ ഒരു ലൊക്കേഷനിൽ. പക്ഷെങ്കിൽ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മള് ടൗണിൽ ജീവിച്ച് പഠിച്ച ആൾക്കാർ. ഇപ്പൊ നമ്മളെ പിള്ളേര് നല്ല സ്പീഡിലാണ് പോകുന്ന പിള്ളേർ. ഇതിലിടക്ക് കൂടെ മെല്ലെ പോണം അല്ലേ? സീതാകുണ്ട് സ്റ്റേറ്റോ? ആ, എസ്റ്റേറ്റ് ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ, സീതാകുണ്ട് എസ്റ്റേറ്റ്. ഓ, ഇവിടെ വന്നിട്ട് സീതാർകുണ്ടിന്റെ ടൈമിങ്ങും വന്നിട്ട് രാവിലെ 8 മണി മുതൽ 4 മണി വരെയാണ്. അതേപോലെ തന്നെ നമുക്ക് എക്സിറ്റ് അടിക്കേണ്ട സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മണിയാണ്. അപ്പൊ ഇതൊക്കെ ടൈമിങ് ഇവിടെ മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അതെ, ആനകൾ പോയ വഴിയാന്ന് തോന്നുന്നു. ആന പിണ്ടങ്ങളൊക്കെ കാണും. അപ്പൊ നമ്മളെ സീതാർകുണ്ടിലെത്തിയിട്ടുണ്ട്. സീതാർകുണ്ട് അവിടെ ഒരു ചെറിയൊരു കോഫി ഷോപ്പൊക്കെ ഉണ്ട്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് ഇനി ഇതിലെ ഇങ്ങോട്ടേക്ക് നടക്കണം. അറിയോ സീതാർകുണ്ട് എത്തിയോന്ന് അറിയില്ല, പക്ഷെ ഇവിടെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് കാണുന്നുണ്ട്. അടിപൊളി. ഇത് എനിക്ക് തോന്നുന്നത് ആ ഭാഗത്ത് തന്നെയാണ്, തേനി ആ കമ്പം ഭാഗത്ത് തന്നെയാന്ന് തോന്നുന്നത്. പക്ഷെ നല്ലൊരു വ്യൂ, അടിപൊളി ഒരു വ്യൂ പോയിന്റ്. കിടിലം. സീതാർകുണ്ട് വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റ് നല്ല സീതാർകുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലം. ഇതിൻ്റെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ കിണ്ണം കാഴ്ച വ്യൂ പോയിന്റ്. അടിപൊളി വ്യൂ പോയിന്റ്. ഇപ്പം എന്ത് വന്നാലും അടിപൊളി ഒരു വ്യൂ ആണ്. നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. താഴത്തെ ഭാഗത്തുള്ള കോടയായതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം നല്ല അടിപൊളി ഒരു വ്യൂ കിട്ടുന്നുണ്ട്. ആ മലയുടെയും അവിടം വരെ ആറ്റാന്നൊന്ന് പോകാൻ പറ്റുള്ളൂ. കുത്തനെയുള്ളൊരു കുത്തനെയുള്ള താഴ്ച. ഡീപ്പ്, നല്ല ഡീപ്പുണ്ട്. ആക്ച്വലി നമ്മൾ പോയതിൻ്റെ ലാസ്റ്റ് വന്നിട്ട് സീതാർകുണ്ട് വാട്ടർഫോൾസ് ആ ഭാഗത്തായിട്ടുണ്ട്. നമ്മൾക്ക് അത് വേറെ വഴിക്ക് വന്നിട്ട് ആ ഭാഗത്തേക്ക് വരാം. അതിൻ്റെ ഹയസ്റ്റ് പോർഷൻ ഇവിടെ ആയിരുന്നു. ഇപ്പം അവിടെ അടച്ചിട്ടാണ്. നമുക്ക് അങ്ങോട്ടൊക്കെ പോകാനുള്ളൊരു സെറ്റപ്പ് ഇല്ല ഇപ്പം.
കൂനം പാലം ജുമാ മസ്ജിദിന്റെ അരിയത്താണ്. പക്ഷെ ചുറ്റുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നല്ല തേയിലത്തോട്ടങ്ങൾ. മൂന്നാറ് പോലെ തന്നെ ഉണ്ടല്ലേ കാണുവാൻ. ഏകദേശം നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള സഞ്ചാരം. ഒരു ചെറിയ പാലൊക്കെ കണ്ട. ഓ മൈ ഗോഡ്. അതിനിടക്ക് നല്ലൊരു ട്രീ കണ്ട. അത് അടിപൊളിയാണ്. ഭംഗിയുള്ള സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയല്ലേ സുഹൃത്തുക്കളെ. എന്തൊരു ഭംഗി. എന്താ കിട്ടില്ല ലൊക്കേഷൻ. സംഭവം വെച്ചാല് നല്ല കാണാൻ രണ്ട് സൈഡ് നല്ല കാഴ്ചകളൊക്കെയാ. റോഡ് വളരെ വീതി കുറവാണ്. ശ്രദ്ധിച്ചെടുത്തേക്കില്ലേ പണി കിട്ടും. അപ്പുറത്തൊക്കെ നല്ല കൊല്ലി പോലത്തെ സ്ഥലമാണ്. ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാല് നേരെ താഴത്തേക്ക് പോകും. തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത് എങ്ങോട്ടാ കൊണ്ടുപോകുന്ന ഒരു പിടുത്തമില്ല. കുറേ നേരമായി പോകുന്നു. തൂക്കുപാലം എടുത്തു ഒരു ഐഡിയ ഇല്ല. മുന്നിൽ അടിച്ചു പോകുന്നുണ്ട് പിള്ളേര്. ഗായ്സ് അപ്പോൾ ഒടുവിൽ നമുക്ക് തൂക്കുപാലം കിട്ടിയിട്ടുണ്ട്. എന്താ ബാ നമ്മള് തൂക്കുപാലം കാണണ്ടേ? വേമ്പ. അപ്പം നമുക്കൊരു വഴികാട്ടിയായിട്ട് ഒരു ചങ്ങായി വരുന്നുണ്ട്. സ്നേഹനിധിയായ ഒരു നായി. അപ്പം ഇതിലേ പോവാം നമുക്ക്. അപ്പം നമ്മൾ ഇത്രയും നേരം കഷ്ടപ്പെട്ട് വന്നിട്ട് ഇതാണ് നമ്മുടെ തൂക്കുപാലം. അപ്പോൾ ഇവിടുന്ന് വെള്ളത്തിൽ ഇറങ്ങുന്നതൊക്കെ പാടില്ല എന്നൊക്കെ ബോർഡൊക്കെ കാണും. അതുപോലെ തന്നെ കച്ചറയൊന്നും ചാടരുത്. അപ്പോൾ വെള്ളർ സെറ്റൊക്കെ നമ്മുടെ തൂക്കുപാലത്തിലേക്ക് കയറുന്നുണ്ട്. നായി വേറെ റൂട്ടിലേക്ക് പോയി. നമ്മളെ വഴി കാണിച്ചു തന്നതിന് ശേഷം നായി വേറെ റൂട്ടിലേക്ക് പോയിട്ടുണ്ട്. നമ്മൾ തൂക്കുപാലത്തിലെത്തിയിരിക്കുകയാണ് ഗായ്സ്. ശ്രദ്ധിച്ചിട്ട് പോ. വന്നോട്ടെ. പാലത്തിന്റെ അടിയിലേക്ക് പോയി നോക്കാം നമുക്ക്. അയ്യോ, അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തുണ്ടി ഡാം. അതിൻ്റെ ഒരു വൃഷ്ടിപ്രദേശവും ഒക്കെയാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ അങ്ങേ വശത്ത് നമുക്ക് എന്തെല്ലോ സാധനങ്ങളുണ്ട്. അവിടുന്ന് എന്താണോ ഒന്നും അറിയില്ല. അതേപോലെ തന്നെ ഈ ഭാഗത്തുണ്ട്. അതിൻ്റെ ഈ സൈഡിൽ ആ ഭാഗത്തുണ്ട് എന്തെല്ലോ സാധനം. സംഭവം പൊള്ളിയല്ലടാ. അടിപൊളി. നല്ല ഭംഗിയുള്ള സ്ഥലം. അടിപൊളി മോനെ, അടിപൊളി. എന്ത് ഭംഗിയാ കാണുവാന്.